വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വെർച്വൽ ടീച്ചിങ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് ഡിസിഷൻ എന്ന ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് മൊഡ്യൂളായ ഡിമാൻഡ് തിയറിയാണ്. നമുക്ക് ചാപ്റ്ററിലേക്ക് എടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഡിമാൻഡ്? എന്താണ് ഡിമാൻഡ്? ഡിമാൻഡ് മീൻസ് ദ വേരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ്സ് ദാറ്റ് വുഡ് ബി പർച്ചേസ് പെർ ടൈം പീരീഡ് അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ് ഇൻ എ ഗിവൺ മാർക്കറ്റ്. ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗിവൺ മാർക്കറ്റിൽ ഡിഫറെൻറ്റ് പ്രൈസസിൽ ഉള്ള വേരിയസ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ഒരു ടൈം പീരീഡിൽ എന്തോരം പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ ദ വേരിയസ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ദാറ്റ് വുഡ് ബി പർച്ചേസ് ഒരു ടൈം പീരീഡ് ഓർത്ത് കഴിഞ്ഞാൽ ആ ടൈം പീരീഡിൽ ഡിഫറെൻറ്റ് പ്രൈസസിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് പർച്ചേസ് ചെയ്യും ഒരു ഗിവൺ മാർക്കറ്റിൽ നിന്ന്, അതിനെ നമ്മൾ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ്, ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഡിമാൻഡ് ഫോർ എ പ്രൊഡക്റ്റ് ദ ഫോളോയിങ് 3 കണ്ടീഷൻ ഷുഡ് ബി ഫുൾഫിൽഡ്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് എന്ന് പറയണമെങ്കിൽ അതിൽ 3 കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യണമെന്ന്. ഒന്നാമത്തെയാണ്, ദർ ഷുഡ് ബി എ ഡിസയർ ടു അക്വയർ ദ പ്രൊഡക്റ്റ്. ഒന്നാമത്തെന്താണ്, ആ ഒരു പർച്ചേസർ അല്ലെങ്കിൽ കസ്റ്റമറിന് ഡിസയർ ഉണ്ടാവണം, ആ പ്രൊഡക്റ്റ് അക്വയർ ചെയ്യാനുള്ള ഡിസയർ ഫസ്റ്റ് ഉണ്ടാവണം. രണ്ടാമത്, പേഴ്സൺ ഷുഡ് ഹാവ് ദ ഡിസയർ ഷുഡ് ഓൾസോ ഹാവ് ദ എബിലിറ്റി ടു പേ ഫോർ ഇറ്റ്. അങ്ങനെ ഡിസയർ ഉള്ള ആൾക്ക് എന്താണ്, അത് പേ ചെയ്യാനുള്ള, അതിൻ്റെ പ്രൈസ് പേ ചെയ്യാനുള്ള എബിലിറ്റി കൂടി ഉണ്ടാവണം. മൂന്നാമത്തെ, ദ പേഴ്സൺ ഷുഡ് ഹാവ് ദ വില്ലിങ്നെസ് ടു പേ ഫോർ ദ പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഡിസയറും എബിലിറ്റിയും ഉണ്ട് പേ ചെയ്യാനുള്ള, പക്ഷെ അതുപോലെ എന്ത് ചെയ്യണം, അത് പേ ചെയ്യാനുള്ള വില്ലിങ്നെസ്, അതുപോലെ താല്പര്യം, അതുപോലെ വില്ലിങ്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് പേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നമുക്ക് എന്താ പറയാൻ പറ്റുള്ളൂ, ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ 3 കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യണം. നെക്സ്റ്റ് ടോപ്പിക്കാണ് ലോ ഓഫ് ഡിമാൻഡ്. വാട്ട് ഈസ് ലോ ഓഫ് ഡിമാൻഡ് നോക്കാം. ദ ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് there is a negative or inverse relationship between the price of the goods and the quantity demanded, holding other factors constant. ഇപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത് എന്താണ്, പ്രൈസ്, ഗുഡ്സിൻ്റെ പ്രൈസിലും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസും ഡിമാൻഡും ഇത് തമ്മിൽ ഒരു ഇൻവേഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്. എങ്ങനത്തെ കേസിലാണ്, വേർ ഹോൾഡിങ് അതർ ഫാക്ടേഴ്സ് കോൺസ്റ്റൻറ്റ്, ബാക്കിയുള്ള എല്ലാ ഫാക്ടേഴ്സിനെയും കോൺസ്റ്റൻ്റ് ആക്കി കഴിഞ്ഞാൽ ആ ഒരു എന്താണ് പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ആയിരിക്കും. അങ്ങനെയുള്ള നെഗറ്റീവ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് വിളിക്കുന്ന പേരാണ് ലോ ഓഫ് ഡിമാൻഡ് എന്നത്. നെക്സ്റ്റ് ആണ് ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ്. The quantity of demand is the amount of goods or services consumer are prepared to buy at a given price. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് എന്നാൽ എന്താണ്, എമൗണ്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്, ഒരു കസ്റ്റമർ ഒരു ഗിവൺ പ്രൈസിൽ വാങ്ങിക്കാൻ തയ്യാറായിരിക്കുന്ന ആ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് എന്നത്. അപ്പോൾ ഗിവൺ പ്രൈസിൽ ഒരു കസ്റ്റമർ എന്തോരം ഗുഡ്സും അല്ലെങ്കിൽ എന്തോരം സർവീസസാണ് വാങ്ങിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്, അതിനെ വിളിക്കുന്ന പേരാണ് ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് എന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ്, വാട്ട് ഈസ് ഡിമാൻഡ് ഷെഡ്യൂൾ. വെൻ ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഓഫ് എ കമോഡിറ്റി ആൻഡ് ഇറ്റ്സ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് അറ്റ് വേരിയസ് പ്രൈസ് ഈസ് പ്രസൻറ്റഡ് ഇൻ എ ടാബുലർ ഫോം, ഇറ്റ് ഈസ് കോൾഡ് ഡിമാൻഡ് ഷെഡ്യൂൾ. നമ്മൾ നേരത്തെ പറഞ്ഞ ലോ ഓഫ് ഡിമാൻഡ് പറഞ്ഞില്ലേ, ആ സംഭവത്തെ നമ്മൾ ഒരു ടാബുലർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്നത്. അങ്ങനെ നമ്മുടെ പ്രൈസിൻ്റെയും ക്വാണ്ടിറ്റിയുടെയും ഇൻവേഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പിനെ നമ്മൾ ഒരു ടാബുലർ ഫോമിൽ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഡിമാൻഡ് ഷെഡ്യൂൾ. നെക്സ്റ്റ് ടോപ്പിക്കാണ്, വാട്ട് ഈസ് ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവ് ഈസ് എ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. അപ്പോൾ ഡിമാൻഡ് കർവ് എന്നത് നമ്മുടെ ഈ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്, പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡിൻ്റെയും ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പിനെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനാണ് ഡിമാൻഡ് കർവ് എന്നത്. ഇഫ് ദ ഡിമാൻഡ് കർവ് ഈസ് സ്ട്രെയിറ്റ് ലൈൻ സ്ലോപ്പിംഗ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഈസ് കോൾഡ് ലീനിയർ ഡിമാൻഡ് കർവ്. നമ്മുടെ ഡിമാൻഡ് കർവ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് വിച്ച് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഒരു സ്ലോപ്പ് ഇറക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അപ്പോൾ നമുക്ക് വിളിക്കാം, നമ്മുടെ ഡിമാൻഡ് കർവ് വിളിക്കുന്ന പേരാണ് ലീനിയർ ഡിമാൻഡ് കർവ്. ആൻഡ് വെൻ ദ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഈസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ പ്രൈസ്. ഇനി എന്താണ്, നമ്മുടെ ചേഞ്ച് ഇൻ ഡിമാൻഡും ചേഞ്ച് ഇൻ പ്രൈസും ഇത് രണ്ടും പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ദെൻ വി കോൾ ഡിമാൻഡ് കർവ് ആസ് നോൺ ലീനിയർ ഡിമാൻഡ് കർവ്. നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, നോൺ ലീനിയർ ഡിമാൻഡ് കർവ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് റീസൺസ് ഫോർ ദ ലോ ഓഫ് ഡിമാൻഡ്. ഒന്നാമത്തെയാണ് ഇൻകം എഫക്റ്റ്. എന്താണ് ഇൻകം എഫക്റ്റ്? വെൻ ദർ ഇസ് ഫോൾ ഇൻ പ്രൈസ് ദിസ് വിൽ ഇൻക്രീസ് ദ പർച്ചേസിങ് പവർ. ഇൻകം എഫക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഗുഡ്സിൻ്റെ പ്രൈസ് ഫോൾ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും,
അവർക്ക് അത് കൂടുതൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. അവിടെ എന്തുമാത്രം മാറാൻ പറ്റില്ല, അവിടെ ഇൻകം ഒരു ചേഞ്ച് ഉണ്ടാകാൻ പാടില്ല. ഇൻകത്തിന് ചേഞ്ച് ഇല്ലാണ്ട് ഗുഡ്സിൻ്റെ പ്രൈസ് കുറയുകയാണെങ്കിൽ അവിടെ കസ്റ്റമറിൻ്റെ പർച്ചേസിങ് പവർ കൂടുകയാണ്. അദ്ദേഹം ആ സെയിം പ്രൊഡക്റ്റിനെ കൂടുതൽ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യും. രണ്ടാമത്തെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. When the price of a commodity increase, there is a natural tendency among the customers to substitute more costly product with less costly product. എന്താണ്, ഒരു ഗുഡ്സിൻ്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ടെൻഡൻസി ഉണ്ട്, എന്താണ്, ആ ഒരു കോസ്റ്റ്ലി പ്രൊഡക്റ്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ലെസ് കോസ്റ്റ്ലി പ്രൊഡക്ട്സിലേക്ക് മാറുന്ന ടെൻഡൻസി മിക്കവരിലുണ്ട്. അപ്പോൾ അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്നത്. മൂന്നാമത്തെയാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. As the marginal utility derived from the consumption of more and more unit of the same commodity goes on diminishing, a consumer will be ready to buy more of it only if it is available at a lower price. ഇപ്പോൾ ഒരു കൺസ്യൂമർ ഒരു സെയിം ഗുഡ്സ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി കുറയുകയാണെങ്കിൽ ഇനി ആ സെയിം ഗുഡ്സ് കൺസ്യൂമർ പർച്ചേസ് ചെയ്യണമെങ്കിൽ അത് അവൈലബിൾ ആവേണ്ടത് ലോവർ പ്രൈസിലായിരിക്കണം. എന്നാൽ മാത്രമേ കൺസ്യൂമർ ഇനി വില്ലിങ് ആവുള്ളൂ അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി. കാരണം ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ആ കസ്റ്റമർ അതുപോലെ തന്നെ ഇനിയും ആ സെയിം ഗുഡ്സ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഗുഡ്സിൻ്റെ പ്രൈസ് ലോവർ ആവണം. ഇതാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് ബയേഴ്സ്. ഈ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ബയേഴ്സ് രണ്ട് കേസുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് കാണിച്ചിട്ടുള്ളത്. ഒന്നാമത്തെയാണ് ഫോൾ ഇൻ പ്രൈസ്. ഈ പ്രൈസ് എന്നത് ഒരു കമോഡിറ്റി പ്രൈസ് കുറയുകയും ചെയ്യാം കൂടുകയും ചെയ്യാം. ഇനിയിപ്പോൾ അത് കുറയുകയാണെങ്കിൽ എന്തായിരിക്കും, അത് പുതിയ ബയേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുക. കാരണം എന്താണ്, ആ കൂടിയ പ്രൈസിൽ ഹൈ പ്രൈസിൻ്റെ കേസിൽ കുറേ ബയേഴ്സിന് അത് വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പോൾ പ്രൈസ് കുറഞ്ഞ തക്ക നോക്കി കുറേ ബയേഴ്സ് എന്ത് ചെയ്യും, ഇത് പർച്ചേസ് ചെയ്യും. കാരണം ഹയർ പ്രൈസ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അത് പർച്ചേസ് ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ എന്ത് പറ്റും, അവിടെ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ബയേഴ്സ് സംഭവിക്കുന്നത് ഇൻക്രീസ് ചെയ്തിട്ടുള്ള അവിടെ കൂടുതൽ ന്യൂ ബയേഴ്സ് വരിക ചെയ്യണേ. എന്നാൽ നേരെ റിവേഴ്സ് ആയിരിക്കും. പ്രൈസ് റൈസ് ചെയ്യുമ്പോൾ ഒരു ഗുഡ്സിൻ്റെ പ്രൈസ് റൈസ് ചെയ്യുമ്പോൾ നേരത്തെ നിന്നിരുന്ന കുറേ ബയേഴ്സിന് അത് വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥ വരും പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ. അപ്പോൾ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു പ്രൈസ് വരുമ്പോൾ അവരെന്ത് ചെയ്യും, ആ ഗുഡ്സിൽ നിന്ന് മാറുക ചെയ്യണേ. അപ്പോൾ അങ്ങനത്തെ കേസിൽ അവിടെ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ബയേഴ്സ് എങ്ങനെയാണ്, നെഗറ്റീവാണ്. അവിടെ ബയേഴ്സിൻ്റെ എണ്ണം കുറയുക ചെയ്യണേ. ഇതാണ് രണ്ട് കേസസ്. അതാണ് ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ബയേഴ്സ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്തെല്ലാമാണ് റീസൺസ് ഫോർ ദ ലോ ഓഫ് ഡിമാൻഡ്? ഒന്നാമത്തത് ഇൻകം എഫക്റ്റ്, രണ്ടാമത്തത് സബ്സ്റ്റിറ്റ്യൂട്ട് എഫക്റ്റ്, മൂന്നാമത്തെ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, നാലാമത്തെ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് ബയേഴ്സ്. ഈ നാലിനാണ് റീസൺ ഫോർ ദ ലോ ഓഫ് ഡിമാൻഡ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ടോപ്പിക്കാണ് വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് എക്സംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്. അപ്പോൾ ചില ഗുഡ്സിന് നമുക്ക് ലോ ഓഫ് ഡിമാൻഡ് പറ്റില്ല. അതിലൊന്നാമത്തെ കാറ്റഗറിയാണ് ഇൻഫീരിയർ ഗുഡ്സ്, അല്ലെങ്കിൽ അതിൻ്റെ വേറെ പേരാണ് ജിഫൻ ഗുഡ്സ് എന്ന്. അല്ലെങ്കിൽ എന്താണ് അപ്പോൾ ഇൻഫീരിയർ ഗുഡ്സ് അല്ലെങ്കിൽ ജിഫൻ ഗുഡ്സ്? ദിസ് ആർ ഗുഡ്സ് ദറ്റ് ഹാവ് നോ സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോൾ എന്താണ്, സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇല്ലാത്ത ഗുഡ്സാണ് ഇൻഫീരിയർ ഗുഡ്സ് അല്ലെങ്കിൽ ജിഫൻ ഗുഡ്സ് എന്നത്. are mostly consumed by low income group. അപ്പോൾ ലോ ഇൻകം ഗ്രൂപ്പായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഗുഡ്സ് കൺസ്യൂം ചെയ്യുന്നത്. ആൻഡ് എ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് ദ ഇൻകം ഈസ് സ്പെൻഡ് ഓൺ ദീസ് ഗുഡ്സ്. അതുപോലെ എന്താണ്, ആ ഒരു ലോ ഇൻകം ഗ്രൂപ്പ്, ആ കാറ്റഗറി, അവരുടെ മെയിൻ ഇൻകം അവർ സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യാനായിരിക്കും. അപ്പോൾ ഇതിന് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒന്നുമില്ല, അവർ ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യുന്ന ഒരു ഗുഡ്സ് ആയിരിക്കും ഇൻഫീരിയർ ഗുഡ്സ് എന്നത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന മെയിൻ ഇൻകം, അവരുടെ ഇൻകത്തിലെ ഒരു മേജർ പോർഷൻ സ്പെൻഡ് ചെയ്യുന്നത് ഈ ഗുഡ്സ് പർച്ചേസ് ചെയ്യാനായിരിക്കും. ദാറ്റ് ഈസ് ഇൻഫീരിയർ ഗുഡ്സ്, ജിഫൻ ഗുഡ്സ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് പ്രസ്റ്റീജ് ഗുഡ്സ്. പ്രസ്റ്റീജ് ഗുഡ്സ് മെയിനായിട്ട് പർച്ചേസ് ചെയ്യുന്നത് അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ്. പ്രൈസ് കൂടുന്തോറും അതിൻ്റെ യൂട്ടിലിറ്റി കൂടുമെന്നാണ് ചിലർ കരുതുന്നത്. അപ്പോൾ അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സാണ് പ്രസ്റ്റീജ് ഗുഡ്സ് എന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡയമണ്ട്, ഗോൾഡ്, റെയർ പെയിൻറ്റിങ്സ്, ഇതെല്ലാം എന്താണ്, പ്രസ്റ്റീജ് ഗുഡ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. മൂന്നാമത്തെയാണ് കൺസ്യൂമർ എക്സ്പെക്റ്റേഷൻ. കൺസ്യൂമേഴ്സ് വിൽ ഡിമാൻഡ് മോർ ഓഫ് എ കമ്മോഡിറ്റി even when its price is rising whenever a serious shortage is expected. അപ്പോൾ എന്താണ്, ചില കമ്മോഡിറ്റീസ് കസ്റ്റമേഴ്സ് ചിലപ്പോൾ ചില കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ ചില ഗുഡ്സിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ പോലും ഭാവിയിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇപ്പോൾ ഒരു ഷോർട്ടേജ് എക്സ്പെക്റ്റ് ചെയ്തിട്ട് അവർ വേണമെങ്കിൽ പ്രൈസ് കൂടിയാലും അവരത് കൂടുതൽ എമൗണ്ട് പർച്ചേസ് ചെയ്യും. അതാണ് ഒന്നാമത്തെ കേസ്. അപ്പോൾ അവരുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്, കസ്റ്റമറുടെ അത് കൺസ്യൂമേഴ്സ് ഇതാണ്, ഇതിൻ്റെ പ്രൈസ് കൂടുന്നത് ചിലപ്പോൾ ഭാവിയിൽ ഇനിയിപ്പോൾ ഒരു ഷോർട്ടേജ് വരാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് മാക്സിമം വേഗം വാങ്ങിച്ച് വയ്ക്കാൻ പറ്റും. എന്നാൽ സിമിലർലി കൺസ്യൂമർ വിൽ പോസ്റ്റ്പോൺ ദ പർച്ചേസ് ഇൻ സിറ്റുവേഷൻ ഓഫ് ഫോളിംഗ് പ്രൈസ് വെൻ ദ എക്സ്പെക്ട് എ ഫർദർ ഫോളിംഗ് പ്രൈസ്. ചില സമയത്ത് കൺസ്യൂമർ എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു ഗുഡ്സിൻ്റെ പ്രൈസ് കുറവുണ്ട് കഴിഞ്ഞാൽ അവർ പർച്ചേസ് ചെയ്യുന്നത് പോസ്റ്റ്പോൺ ചെയ്യും. എന്തിനു വേണ്ടിയാണ്, അത് ഇനിയും അതിൻ്റെ വില കുറയാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ചിട്ട് അത് വെയിറ്റ് ചെയ്ത് നിൽക്കും.
അപ്പോൾ 2 ടൈപ്പ് എക്സ്പെക്റ്റേഷൻസ് ഇവിടെ ഉള്ളത്. ക്ലിയർ ആയല്ലോ? നാലാമത്തെയാണ് കൺസ്യൂമർ മിസ്കൺസെപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ബയേഴ്സ് കരുതുന്നുണ്ട് ഒരു ഗുഡ്സിൻ്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ അതിനർത്ഥം അതിൻ്റെ ക്വാളിറ്റി കൂടുതലായിരിക്കും, പ്രൈസ് കുറഞ്ഞാൽ ക്വാളിറ്റി കുറവായിരിക്കും. അതൊരു മിസ്കൺസെപ്ഷനാണ്. അപ്പോൾ ആൾക്കാർ ഇപ്പോൾ ഹൈ റേറ്റ് ഗുഡ്സ് മാത്രമേ പർച്ചേസ് ചെയ്യുള്ളൂ, കാരണം അതിന് മാത്രമേ ക്വാളിറ്റി ഉള്ളൂ എന്ന് കരുതിയിട്ട്. അതുപോലെ ചില എന്താണ് പ്രൈസ് കുറഞ്ഞാലർത്ഥം അതിൻ്റെ ക്വാളിറ്റി പോയി എന്നാണ്. അപ്പോൾ അതാണ് എന്താണ് കൺസ്യൂമേഴ്സ് മിസ്കൺസെപ്ഷൻ എന്നത്. അഞ്ചാമത്തെയാണ് ചേഞ്ച് ഇൻ ഫാഷൻ. ഇഫ് എ പ്രൊഡക്റ്റ് ബിക്കം ഔട്ട് ഓഫ് ഫാഷൻ, കൺസ്യൂമർ വിൽ റെഫ്യൂസ് ടു ബൈ ഇറ്റ് ഈവൻ ഇഫ് ദർ ഇസ് എ റിഡക്ഷൻ ഇൻ പ്രൈസ്. ചില പ്രൊഡക്ട്സ് ഔട്ട് ഓഫ് ഫാഷനായി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എത്ര കാശ് കുറഞ്ഞ് കിട്ടിയാൽ പോലും ചില കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, അത് റിജക്റ്റ് ചെയ്യും, അത് വാങ്ങിക്കില്ല, കാരണം അത് ഔട്ട് ഓഫ് ഫാഷനായെന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് അഞ്ചാമത്തെ ചേഞ്ച് ഇൻ ഫാഷൻ. സോ ഇപ്പോൾ ഈ 5 കാര്യങ്ങളാണ് ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ എക്സെപ്ഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്. ഒന്നാമത്തെ ഇൻഫീരിയർ ഗുഡ്സ്, രണ്ടാമത്തെ പ്രസ്റ്റീജ് ഗുഡ്സ്, മൂന്നാമത്തെ കൺസ്യൂമർ എക്സ്പെക്റ്റേഷൻ, നാലാമത്തെ കൺസ്യൂമർ മിസ്കൺസെപ്ഷൻ, അഞ്ചാമത്തെ ചേഞ്ച് ഇൻ ഫാഷൻ. ഇതോടെ ഈ ലിമിറ്റേഷൻസ് വൈൻഡപ്പ് ആവണം. അപ്പോൾ ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ആണ് വാട്ട് ആർ ദ ഡിമാൻഡ് ഡിറ്റർമിനൻസ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്കൊരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നത്? ഒന്നാമത്തെയാണ് പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്. നമുക്കറിയാം ഒരു പ്രൊഡക്റ്റ് ഡിമാൻഡിൽ പ്രൈസ് വലിയൊരു റോൾ തന്നെയാണ് പ്ലേ ചെയ്യുന്നത്. നമുക്കൊരു ആസ് പെർ ദ ലോ ഓഫ് ഡിമാൻഡ് നമുക്കറിയാവുന്നതാണ്, ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറഞ്ഞാൽ അതിന് ഡിമാൻഡ് കൂടും, അതുപോലെ തന്നെ അതിന് പ്രൈസ് കൂടിയാൽ പറ്റും ഡിമാൻഡ് കുറയുകയും ചെയ്യും. അപ്പോൾ അതൊന്നാമത്തെ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്. നെക്സ്റ്റ് വൺ ആണ് കൺസ്യൂമർ ഇൻകം. നമുക്കറിയാം കൺസ്യൂമറിൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പർച്ചേസിങ് പവർ ഇൻക്രീസ് ആവും. അങ്ങനെ പർച്ചേസിങ് പവർ ഇൻക്രീസ് ചെയ്യാൻ അവർക്ക് കൂടുതൽ ക്വാളിറ്റി ഉള്ള ഗുഡ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കേസ് വരികയാണെങ്കിൽ മോർ കസ്റ്റമേഴ്സ് ഇൻഫീരിയർ ഗുഡ്സിൽ നിന്ന് മാറി കൂടുതൽ ക്വാളിറ്റി ഉള്ള ഗുഡ്സിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. അതാണ് കൺസ്യൂമർ ഇൻകം. അപ്പോൾ കൺസ്യൂമർ ഇൻകം കൂടിക്കഴിഞ്ഞാൽ അവർ കൂടുതൽ സാധനങ്ങൾ പർച്ചേസിങ് പവർ ഇൻക്രീസ് ചെയ്യും. ഇൻകം കുറഞ്ഞാൽ പർച്ചേസിങ് പവർ ഡിക്രീസ് ചെയ്യും. അവർ കൂടുതൽ ഇൻഫീരിയർ ഗുഡ്സ് തന്നെ അവർ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ആണ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രൊഡക്ട്സിനും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഉണ്ടാവും. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് അല്ലെങ്കിൽ പ്രൈസ് കൂടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ആ റിലേറ്റഡ് ഗുഡ്സിന് കൂടുതൽ ഡിമാൻഡ് വരും. അതുപോലെ തന്നെ നമ്മുടെ ഗുഡ്സിൻ്റെ പ്രൈസ് കുറയുകയാണെങ്കിൽ മറ്റേ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കുറയുകയും ചെയ്യും. അതാണ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. നമ്മുടെ ഒരു ഗുഡ്സിൻ്റെ പ്രൈസ് കൂടുമ്പോൾ ആ റിലേറ്റഡ് ഗുഡ്സിന് അവിടെ ഡിമാൻഡ് കൂടുക ചെയ്യുന്നത്. അതാണ് മൂന്നാമത്തത്. നാലാമത്തെയാണ് എമൗണ്ട് സ്പെൻഡ് ഓൺ അഡ്വർടൈസ്മെൻറ്റ്. അഡ്വർടൈസ്മെൻറ്റ് ശരിക്കും കുറേ പ്രോസ്പെക്റ്റീവ് ബയേഴ്സിനെ പ്രൊഡക്റ്റിലേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നു. കാരണം നമ്മളെ വളരെയധികം അട്രാക്റ്റീവും റിപ്പീറ്റഡ് അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ ബയേഴ്സിനെ ആ പ്രൊഡക്റ്റ് ബൈ ചെയ്യാൻ വേണ്ടി കൂടുതൽ അത് പ്രോംപ്റ്റ് ചെയ്യും. അതാണ് എമൗണ്ട് സ്പെൻഡ് ഓൺ അഡ്വർടൈസ്മെൻറ്റ് എന്നത്. ഇനി അഞ്ചാമത്തെയാണ് കൺസ്യൂമർ പ്രിഫറൻസ്. കൺസ്യൂമർ പ്രിഫറൻസ് കുറേ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ലൈക്ക് ഫാഷൻ, ഹാബിറ്റ്, കസ്റ്റംസ്, ട്രഡീഷൻ, ബിലീഫ്, അഡ്വർടൈസ്മെൻ്റ് എല്ലാം. അപ്പോൾ ഈ എല്ലാ ഫാക്ടേഴ്സിനെയും പ്രിഫർ ചെയ്തിരിക്കും നമ്മുടെ കൺസ്യൂമർ പ്രിഫറൻസ് എന്നത്. അപ്പോൾ ഈ എല്ലാ ഫാക്ടേഴ്സും നമ്മുടെ പ്രൊഡക്റ്റിന് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് പ്രൊഡക്റ്റിന് എന്ത് ചെയ്യും, ഡിമാൻഡ് കൂടും. നെക്സ്റ്റ് ആണ് നമ്പർ ഓഫ് ബയേഴ്സ് ഇൻ എ മാർക്കറ്റ്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ ഗുഡ്സിന് കുറേ ബയേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ ഗുഡ്സിൻ്റെ ഡിമാൻഡും കൂടും. അപ്പോൾ മാർക്കറ്റിൽ നമ്പർ ഓഫ് ബയേഴ്സ് ഇൻക്രീസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടും, ഡിമാൻഡ് ഓഫ് ദ ഗുഡ്സ് ഓൾസോ വിൽ ഇൻക്രീസ്. അതാണ് ആറാമത്തത്. നെക്സ്റ്റ് ആണ് ടാക്സേഷൻ പോളിസി. ഈ ടാക്സേഷൻ പോളിസിയും വളരെ നല്ലൊരു റോൾ തന്നെ പ്ലേ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഒരു പേഴ്സൻ്റെ ഇൻകം ടാക്സിൻ്റെ റേറ്റ് കൂട്ടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് എന്ത് പറ്റും, അയാളുടെ പർച്ചേസിങ് പവർ ഡിക്രീസ് ചെയ്യണം. അതായത് അദ്ദേഹത്തിൻ്റെ കൂടുതൽ ക്യാഷും ടാക്സിൽ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പർച്ചേസിങ് പവർ ഡിക്രീസ് ചെയ്യും. അതുപോലെ ടാക്സേഷൻ പോളിസിയിൽ റിലീഫ് കൊണ്ടുവരികയാണെങ്കിൽ അല്ലെങ്കിൽ ടാക്സ് കുറയ്ക്കുകയാണെങ്കിൽ അവിടെ പർച്ചേസിങ് പവർ ഇൻക്രീസ് ചെയ്യുക ചെയ്യണം. നെക്സ്റ്റ് ആണ് സീസണൽ ഗുഡ്സ്. നമുക്കറിയാം സീസണൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ വൂളൻ ക്ലോത്ത്സ്, അംബ്രല്ല, ഐസ്ക്രീം, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതൊക്കെയാണ്. അപ്പോൾ ഇതിനൊക്കെ എന്ന് പറയുമ്പോൾ ആ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ വന്നാൽ മാത്രമേ ഇവർക്ക് കച്ചവടം നടക്കുകയുള്ളൂ. അപ്പോൾ റെയിനി ടൈമിൽ റെയിൻ ഉണ്ടെങ്കിൽ മാത്രം അംബ്രല്ല അങ്ങനത്തെ. അപ്പോൾ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൻ്റെ ഡിമാൻഡ് എന്നത്. അതാണ് സീസണൽ ഗുഡ്സ് എന്നത്. സോ അപ്പോൾ ഈ 8 കാര്യങ്ങളാണ് നമ്മുടെ ഡിമാൻഡ് ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ 8 പോയിൻറ്റ്സ് പഠിച്ചു. ഒന്നാമത്തെ പ്രൈസ് ഓഫ് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്, പിന്നെ കൺസ്യൂമർ ഇൻകം, റിലേറ്റഡ് ഗുഡ്സിൻ്റെ പ്രൈസ്, പിന്നെ അഡ്വർടൈസ്മെൻറ്റ്, കൺസ്യൂമർ പ്രിഫറൻസ്, പിന്നെ നമ്പർ ഓഫ് ബയേഴ്സ് ഇൻ ദ മാർക്കറ്റ്, നമ്മുടെ രാജ്യത്തെ ടാക്സേഷൻ പോളിസീസ്, ദെൻ സീസണൽ ഗുഡ്സ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് മൂവ്മെൻറ്റ് ആൻഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. ഒന്നാമത്തെയാണ് മൂവ്മെൻറ്റ് എലോങ് ഡിമാൻഡ്. Movement along demand curve indicates change in the quantity demanded as a result of price change. Other factor affecting demand remain constant. അപ്പോൾ മൂവ്മെൻറ്റ് എലോങ് ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ
ക്വാണ്ടിറ്റി ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നു, ഇൻക്രീസോ ഡിക്രീസോ ചേഞ്ച് ചെയ്യുന്നു ആസ് റിസൾട്ട് ഓഫ് പ്രൈസ് ചേഞ്ച്. അവിടെ ആകെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന പ്രൈസ് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ, വേറെ എല്ലാ ഫാക്ടേഴ്സും റിമെയിൻ കോൺസ്റ്റൻറ്റ്, ബാക്കി എല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അവിടെ പ്രൈസിൻ്റെ ചേഞ്ച് കൊണ്ട് മാത്രം ക്വാണ്ടിറ്റിയിൽ ഡിമാൻഡിൽ കൂടുകയോ കയറുകയോ ചെയ്യുകയാണെങ്കിൽ അതാണ് മൂവ്മെൻറ്റ് അലോങ് ഡിമാൻഡ്. ബാക്കി എല്ലാ ഫാക്ടേഴ്സും റിമെയിൻ കോൺസ്റ്റൻറ്റ്, ആകെ ഒരു ഫാക്ടർ മാത്രം അവിടെ മാറുന്നുള്ളത് പ്രൈസ് മാത്രമാണ്. ഇത് മൂവ്മെൻറ്റ് അലോങ് ഡിമാൻഡ്. ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് ഉദ്ദേശിക്കുന്നത് എന്താണ്? Shift of demand curve indicate that there is a change in demand at each possible price as a result of change in other factors affecting demand such as income, taste or price of related products. അപ്പോൾ എന്താണ് ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ് കർവ് എന്ന് ഉദ്ദേശിക്കുന്നത്? അവിടെ ചേഞ്ച് ഇൻ ഡിമാൻഡ് അത് എന്തുകൊണ്ട് ഉണ്ടാവുന്നു? അവിടെ ഏതൊരു പോസിബിൾ പ്രൈസിലായിക്കോട്ടെ, പക്ഷേ അവിടെ ചേഞ്ച് ഇൻ അതർ ഫാക്ടേഴ്സ് ആണ്. മൂവ്മെൻറ്റ് അലോങ് എന്ന് പറയുമ്പോൾ അവിടെ ബാക്കി എല്ലാ ഫാക്ടേഴ്സും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇവിടെ എല്ലാ ഫാക്ടേഴ്സും കോൺസ്റ്റൻ്റ് അല്ല. അവിടെ ഓൾ അതർ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ്, അവിടെ എല്ലാ ഫാക്ടേഴ്സും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇൻകം ആയിക്കോട്ടെ, ടേസ്റ്റ് ആയിക്കോട്ടെ, പ്രൈസ് ആയിക്കോട്ടെ. അങ്ങനെ ഒരു ഡിമാൻഡ് കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ഇനി വാട്ട് ഈസ് മൂവ്മെൻറ്റ് ഇൻ ഡിമാൻഡ്? പ്രൈസ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡിറ്റർമൈൻ ഡിമാൻഡ്. അപ്പോൾ ഡിമാൻഡ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പ്രൈസ് വലിയൊരു റോൾ, വൈറ്റൽ റോൾ തന്നെയാണ് പ്ലേ ചെയ്യുന്നത്. Whenever there is a change in quantity demanded as a result of change in price, expansion and contraction of demand takes place. അപ്പോൾ പ്രൈസിൽ ചേഞ്ച് കാരണം ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു? എക്സ്പാൻഷൻ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ഉണ്ടാവുന്നു. ഹിയർ ദർ ഇസ് ഓൺലി ചേഞ്ച് ഇൻ പ്രൈസ് ആൻഡ് അതർ ഫാക്ടേഴ്സ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. മൂവ്മെൻറ്റ് ഇൻ ഡിമാൻഡിൽ എന്തോ മാറുന്നുള്ളൂ? പ്രൈസ് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ, ബാക്കി എല്ലാ ഫാക്ടേഴ്സും റിമെയിൻ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എപ്പോഴാണ് എക്സ്പാൻഷൻ നടക്കുക? പ്രൈസ് കുറഞ്ഞ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ അപ്പോഴാണ് അവിടെ എക്സ്പാൻഷൻ നടക്കുക. നേരെ തിരിച്ച് പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും, ഡിമാൻഡ് കുറയും. അങ്ങനെ വരുമ്പോൾ എന്തോടെ അവിടെ കോൺട്രാക്ഷൻ സംഭവിക്കും. അതാണ് മൂവ്മെൻറ്റ് ഇൻ ഡിമാൻഡ് എന്നത്. അപ്പോൾ അവിടെ ഉള്ളത് എക്സ്പാൻഷനും കോൺട്രാക്ഷൻ. എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും, അതാണ് എക്സ്പാൻഷൻ. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, അതാണ് കോൺട്രാക്ഷൻ. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ആണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. When demand changes as a result of a change in factor other than price, it is called shift in demand. പ്രൈസ് അല്ലാതെ വേറെ ഏതെങ്കിലും ഫാക്ടേഴ്സ് മൂലം ഡിമാൻഡിൽ ചേഞ്ച് വരികയാണെങ്കിൽ അതാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്നത്. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ക്യാൻ ബി ഏത് റൈറ്റ് വേർഡ് ഓർ ലെഫ്റ്റ് വേർഡ്. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് രണ്ട് ടൈപ്പ് ഉണ്ട്, രണ്ട് ഷിഫ്റ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ഉണ്ട്. റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഷോ ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. ഡിമാൻഡ് കൂടുമ്പോൾ റൈറ്റ് വേർഡ് ഷിഫ്റ്റും അതുപോലെ തന്നെ ഡിമാൻഡ് കുറയുമ്പോൾ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ടു ടൈപ്പ് ഓഫ് ഷിഫ്റ്റ്സ് ഉള്ളത്, റൈറ്റ് വേർഡ് ആൻഡ് ലെഫ്റ്റ് വേർഡ്. ഡിമാൻഡ് കൂടുമ്പോൾ റൈറ്റ് വേർഡ് ഷിഫ്റ്റും ഡിമാൻഡ് കുറയുമ്പോൾ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ്. അപ്പോൾ എന്താണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്? പ്രൈസ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഫാക്ടേഴ്സ് കാരണം ഡിമാൻഡ് കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ, ചേഞ്ച് ഇൻ ഡിമാൻഡ് വരികയാണെങ്കിൽ അതാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് വാട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിമാൻഡ്. ഒന്നാമത്തെയാണ് ഡയറക്റ്റ് ആൻഡ് ഡിറൈവ്ഡ് ഡിമാൻഡ്. രണ്ടാമത്തെ ഇൻഡിവിജ്വൽ ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ്. മൂന്നാമത്തെ കമ്പനി ഇൻഡസ്ട്രി ഡിമാൻഡ്, ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ ഡിമാൻഡ്. ഡയറക്റ്റ് ഡിമാൻഡ് എന്നത് അതിന് റിലേറ്റഡ് ഗുഡ്സ് ആണ് ഈ കൺസ്യൂമർ ഗുഡ്സ് എന്നത്. കൺസ്യൂമർ ഗുഡ്സ് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആണ് കൺസ്യൂമർ ഗുഡ്സ്. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്, ഡ്യൂറബിൾ ഉണ്ട്, നോൺ ഡ്യൂറബിൾ ഉണ്ട്. ഡ്യൂറബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് ടെലിവിഷൻ, കാറ് അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ, ഇതൊക്കെ എക്സാമ്പിൾസ് ഫോർ ഡ്യൂറബിൾ ഗുഡ്സ് ആണ്. നോൺ ഡ്യൂറബിൾ എന്ന് വെച്ചാൽ ഫുഡ് ഐറ്റംസ് എല്ലാം. അപ്പോൾ ഇതെല്ലാം കൺസ്യൂം ചെയ്യുന്നത് വേറെ ഒരു ഗുഡ്സിന് ഡിമാൻഡ് അനുസരിച്ചല്ല ഈ ഗുഡ്സ് വാങ്ങിക്കുന്നത്. ഇത് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് അവർക്ക് ആവശ്യത്തിന് വേണ്ടി വാങ്ങിക്കുന്ന ഗുഡ്സ് ആണ്. അപ്പോൾ വേറെ ഗുഡ്സിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഗുഡ്സിനാണ്, അങ്ങനത്തെ ഗുഡ്സിന് ഡിമാൻഡിന് വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് ഡിമാൻഡ് എന്താ. അപ്പോൾ കൺസ്യൂമർ ഗുഡ്സിന് എപ്പോഴും ഡയറക്റ്റ് ഡിമാൻഡാണ് ഉണ്ടാകുന്നത്, അത് വേറൊരു ഗുഡ്സിന് ഡിമാൻഡിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്നാൽ ഡിറൈവ്ഡ് ഡിമാൻഡ് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ അത് മറ്റു ഗുഡ്സാണ് പ്രൊഡ്യൂസർ ഗുഡ്സ് എന്നത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ പ്രൊഡ്യൂസർ ഗുഡ്സ് എന്ന് പറയുമ്പോൾ അത് വേറെ ഗുഡ്സിൻ്റെ ഡിമാൻഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സ്പെയർ പാർട്സ് ഒക്കെ എക്സാമ്പിൾസ് ആണ്. ഇത് മെയിനായിട്ട് പർച്ചേസ് ചെയ്യുന്നത് പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും പർച്ചേസ് ചെയ്യുന്നത് വേറെ ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി. ഇത് ഒരിക്കലും അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇത് വേറൊരു ഗുഡ്സിൻ്റെ ഡിമാൻഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ ഒരു ഗുഡ്സിന് ഡിമാൻഡ് കൂടിയാൽ മാത്രമേ ഈ പറഞ്ഞിട്ടുള്ള പ്രൊഡ്യൂസർ ഗുഡ്സിന് ഡിമാൻഡ് കൂടുകയുള്ളൂ. അങ്ങനെയുള്ള ഡിപ്പെൻഡഡ് ഗുഡ്സിന് ഡിമാൻഡ് വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ഡിമാൻഡ് എന്നത്. ഇതാണ് ഫസ്റ്റ് കാറ്റഗറി, ഡയറക്റ്റ് ആൻഡ് ഡിറൈവ്ഡ് ഡിമാൻഡ്. നെക്സ്റ്റ് കാറ്റഗറിയാണ് ഇൻഡിവിജ്വൽ ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ് എന്നത്. ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ എന്തോരം ഗുഡ്സ് ഒരു പർട്ടിക്കുലർ പ്രൈസിൽ ഒരു പർട്ടിക്കുലർ പീരീഡിൽ എന്തോരം ഗുഡ്സ് പർച്ചേസ് ചെയ്യും, അതിൻ്റെ ഡിമാൻഡ് നോക്കുന്നതാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ്. എന്നാൽ മാർക്കറ്റ് ഡിമാൻഡ് എന്താണ്? ഇതിൻ്റെ അഗ്രിഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഇൻഡിവിജ്വൽ ഒരു പർട്ടിക്കുലർ മാർക്കറ്റിലെ എല്ലാ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ എല്ലാ ഹൗസ് ഹോൾഡും എന്തോരം ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ഒരു പർട്ടിക്കുലർ പ്രൈസിൽ ഒരു മാർക്കറ്റിൽ നിന്ന് എന്തോരം ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു എന്ന് നോക്കുന്ന ഡിമാൻഡാണ് മാർക്കറ്റ് ഡിമാൻഡ് എന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഡിവിജ്വൽ ടേമിനെ നോക്കുന്ന ഡിമാൻഡ് ഇൻഡിവിജ്വൽ ഡിമാൻഡ്, അതിൻ്റെ അഗ്രിഗേറ്റ് നോക്കുന്നതാണ് മാർക്കറ്റ് ഡിമാൻഡ്.
നെക്സ്റ്റ് ആണ് കമ്പനി ആൻഡ് ഇൻഡസ്ട്രി ഡിമാൻഡ്. ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനെന്തോ ഒരു ഡിമാൻഡ് ഉണ്ടാവുന്നു. അതൊരു കമ്പനിയെ മാത്രം റിലേറ്റ് ചെയ്ത് നോക്കുന്ന ഡിമാൻഡാണ് കമ്പനി ഡിമാൻഡ്. എന്നാൽ ഇൻഡസ്ട്രി ഡിമാൻഡ് എന്താണ്? ആ ഒരു സെയിം പ്രൊഡക്റ്റ് ഡിഫറെൻറ്റ് ഫേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ആ എല്ലാ ഫേംസിൻ്റെയും ഡിമാൻഡിന് നോക്കുന്ന ഒന്നാണ്, അതിൻ്റെ അഗ്രിഗേറ്റ് നോക്കുന്ന ഒന്നാണ് ഇൻഡസ്ട്രി ഡിമാൻഡ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പല ഫേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ ആ പല ഫേംസിൻ്റെയും എല്ലാത്തിൻ്റെ ഡിമാൻഡ് ഒന്നിച്ച് നോക്കുന്നതാണ് ഇൻഡസ്ട്രി ഡിമാൻഡ്. എന്നാൽ ഒറ്റൊരു കമ്പനിയുടെ മാത്രം ആ ഒരു പ്രൊഡക്റ്റിനെ ഒറ്റൊരു കമ്പനിയിൽ മാത്രം നോക്കി അതിന് ഡിമാൻഡ് നോക്കുന്നതാണ് കമ്പനി ഡിമാൻഡ് എന്നത്. നെക്സ്റ്റ് വൺ ആണ് ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ ഡിമാൻഡ്. ഷോർട്ട് റൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ ചേഞ്ച് വരുത്തി അല്ലെങ്കിൽ ഇൻകം ഫ്ലക്ച്വേഷൻസ് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കസ്റ്റമേഴ്സ് റിയാക്ഷൻ നോക്കുന്നതാണ് ഷോർട്ട് ടേം ഡിമാൻഡ്. എന്നാൽ റോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലോങ് റൺ പ്രൈസിൽ ചേഞ്ചോ അല്ലെങ്കിൽ പ്രൊമോഷനൊക്കെ വരുത്തിയിട്ട് ഒരു ഇന്നഫ് ടൈം നമ്മൾ മാർക്കറ്റിൽ ഒരു ഇന്നഫ് ടൈം പ്രൊവൈഡ് ചെയ്തിട്ട്, കാരണം ഒരു പുതിയ സിറ്റുവേഷൻ വരുമ്പോൾ അത് അഡ്ജസ്റ്റ് ആവാൻ ടൈം കൊടുത്തിട്ട് പതുക്കെ വരുന്ന ആ ഒരു ചേഞ്ച് ഡിമാൻഡിനെ നോക്കുന്നതാണ് ലോങ് റൺ ഡിമാൻഡ് എന്നത്. അപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് നോക്കുന്ന റിയാക്ഷനാണ് ഷോർട്ട് റൺ, എന്നാൽ നമ്മൾ ടൈം എടുത്ത് നോക്കുന്നതാണ് ലോങ് റൺ ഡിമാൻഡ് എന്നത്. ഇതാണ് ഫോർത്ത് കാറ്റഗറി. ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഡിമാൻഡ്. ഒന്നാമത്തെ ഡയറക്റ്റ് ആൻഡ് ഡിറൈവ് ഡിമാൻഡ്, രണ്ടാമത്തെ ഇൻഡിവിജ്വൽ ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ്, മൂന്നാമത്തെ കമ്പനി ആൻഡ് ഇൻഡസ്ട്രി ഡിമാൻഡ്, നാലാമത്തെ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ ഡിമാൻഡ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ്. ഒന്നാമത്തെയാണ് പ്രൈസ് ഇലാസിറ്റി, നെക്സ്റ്റ് ഇൻകം ഇലാസിറ്റി, മൂന്നാമത്തെ ക്രോസ് ഇലാസിറ്റി, നാലാമത്തെ അഡ്വർടൈസിങ് ഇലാസിറ്റി. ഇതെന്തൊക്കെയാണ് നമുക്കിനി പഠിക്കാം. നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ്. എന്താണ് പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ്? പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് റെഫേഴ്സ് ടു ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് കൺസ്യൂമേഴ്സ് ടു എ ചേഞ്ച് ഇൻ പ്രൈസ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ റെസ്പോൺസീവ്നെസ്, കൺസ്യൂമർ അതിനെങ്ങനെ റെസ്പോൺസ് ചെയ്തു, അതിൻ്റെ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് അളക്കുന്ന ഒന്നാണ് പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന്. അപ്പോൾ റെഫേഴ്സ് ടു ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് കൺസ്യൂമേഴ്സ് ടു എ ചേഞ്ച് ഇൻ പ്രൈസ്. നമുക്ക് ഈ പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡിനെ 5ആയിട്ട് ക്ലാസ് ചെയ്യാം. ഒന്നാമത്തെയാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, റിലേറ്റീവ് ഇലാസ്റ്റിക് ഡിമാൻഡ്, റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആൻഡ് യൂണിറ്റ് ഇലാസിറ്റി. ഒന്നാമത്തെയാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. എ ഡിമാൻഡ് is said to be perfectly elastic when a small change in price result an unlimited change in demand. ഒരു ചെറിയ ചേഞ്ച്, നമ്മുടെ പ്രൈസിൽ ഒരു ചെറിയ ചേഞ്ച് കൊണ്ടുവരുമ്പോൾ അത് അൺലിമിറ്റഡ് ചേഞ്ച് ആണ് ഡിമാൻഡിൽ കൊണ്ടുവരണമെങ്കിൽ അതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെയാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലെങ്കിൽ സീറോ ഇലാസ്റ്റിറ്റി എന്നത്. എന്താണത്? ഡിമാൻഡ് is said to be inelastic when demand is unaffected by change in price. പ്രൈസിൽ ചേഞ്ച് വന്നപ്പോഴും അവിടെ ഡിമാൻഡിൽ ഒന്നും അഫക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ഡിമാൻഡിൽ ഒരു ചേഞ്ചും വന്നിട്ടില്ലെങ്കിൽ അതാണ് ഇൻഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടെ വേറെ ഇനമാണ് സീറോ ഇലാസ്റ്റിറ്റി എന്നത്. അപ്പോൾ അവിടെ എന്താണ്? ചേഞ്ച്, പ്രൈസിൽ ഒരു ചേഞ്ച് വരുത്തിയാലും അവിടെ ഡിമാൻഡിൽ ഒന്നും അഫക്റ്റ് ചെയ്യുന്നില്ല, ഇറ്റ് ഈസ് അൺഅഫക്റ്റഡ്. ഡിമാൻഡ് അൺഅഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, അതിലെ ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. രണ്ടാമത്തെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇലാസ്റ്റിറ്റി എന്നത് 0 ആണ്. ഈ മൂന്നാമത്തെയാണ് റിലേറ്റീവ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നത്. അതെന്താണ്? ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് മോർ ദാൻ ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. നമ്മുടെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് അത് പ്രൈസിനേക്കാളും പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസിനേക്കാളും കൂടുതലാണെങ്കിൽ അതാണ് റിലേറ്റീവ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നത്. ഇവിടെ എന്തായിരിക്കും? ഇവിടെ എലാസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1. ഇവിടെ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും എലാസിറ്റി എന്നത്. ഇതാണ് റിലേറ്റീവ് ഇലാസ്റ്റിക് ഡിമാൻഡ്. നെക്സ്റ്റ് ആണ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. അവിടെ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. റിലേറ്റീവ് ഇലാസ്റ്റിക് നേരെ ഓപ്പോസിറ്റ് ആണ്. എന്താണ്? ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ലെസ് ദാൻ ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ച് കുറവാണ് ദാൻ ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഇവിടെ എന്തായിരിക്കും? ഇലാസ്റ്റി ഈസ് ഈക്വൽ ടു എന്താണ്? ലെസ് ദാൻ 1. ഇറ്റ് ഈസ് ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെയാണല്ലോ. അതാണ് റിലേറ്റീവ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഇനി ലാസ്റ്റ് വൺ ആണ് യൂണിറ്റ് ഇലാസ്റ്റിറ്റി. അതെന്താണ്? ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് ഈക്വൽ ടു ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. പെർസെൻറ്റേജ് ചേഞ്ച്, ക്വാണ്ടിറ്റി ഡിമാൻഡിലെ പെർസെൻറ്റേജ് ചേഞ്ചും പെർസെൻറ്റേജ് ചേഞ്ചിൻ്റെ പ്രൈസും രണ്ടും ഈക്വൽ ആണെങ്കിൽ അതാണ് യൂണിറ്റ് ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്തായിരിക്കും? അത് എപ്പോഴും എന്തിന് ഈക്വൽ ആയിരിക്കും? ഇവിടെ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. ഇതാണ് 5 ടൈപ്പ് ഓഫ് ഡിമാൻഡ്സ്. ഒന്നാമത്തെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, രണ്ടാമത്തെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, മൂന്നാമത്തെ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, നാലാമത്തെ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, അഞ്ചാമത്തെ യൂണിറ്റ് ഇലാസ്റ്റിറ്റി. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഒന്നാമത്തെയാണ് അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്നത്. എന്താണത്?
ദ ഇലാസിറ്റി ഓഫ് പ്രൊഡക്റ്റ് ഈസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ അവൈലബിലിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ എന്താണ്, ഒരു പ്രൊഡക്റ്റിൻ്റെ ഇലാസിറ്റി ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് ഈ സബ്സ്റ്റിറ്റ്യൂട്ട്സിൻ്റെ അവൈലബിലിറ്റിനെയാണ്. If a product has a wide variety of substitute products available in the market, its demand tends to be more elastic. അപ്പോൾ എന്താണ്, ഒരു പ്രൊഡക്റ്റിന് കുറേ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അപ്പോൾ എന്താണ് അവിടെ ഇലാസിറ്റി എന്നത് കൂടുതലായിരിക്കും. അപ്പോൾ ഡിമാൻഡ് ടെൻ ടു ഹാവ് മോർ ഇലാസ്റ്റിക്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് കൂടുന്നതനുസരിച്ച് ഇലാസിറ്റി അവിടെ കൂടുതലായിരിക്കും. രണ്ടാമത്തെയാണ് നേച്ചർ ഓഫ് പ്രൊഡക്റ്റ്. നമുക്ക് പ്രൊഡക്റ്റ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് നെസസറി പ്രൊഡക്റ്റും രണ്ടാമത്തെ ലക്ഷറി പ്രൊഡക്റ്റും. നെസസറി പ്രൊഡക്റ്റിൻ്റെ എക്സാമ്പിളാണ് റൈസ്, സോൾട്ട്, ഷുഗർ. ഇതിനൊക്കെ ഡിമാൻഡ് ഇന്നിലാസ്റ്റിക് ആണ്. എന്നാൽ ലക്ഷറി ഐറ്റംസ് ആയിട്ടുള്ള കാർ, ടെലിവിഷൻ, റെഫ്രിജറേറ്റർ ഇതൊക്കെ ലക്ഷറി ഐറ്റംസ് ആണ്. ഇതെല്ലാത്തിനും ഡിമാൻഡ് ഇലാസ്റ്റിക് ആണ്. നെക്സ്റ്റ് വൺ ആണ് നമ്പർ ഓഫ് യൂസസ് ഓഫ് എ കൊമോഡിറ്റി. ഇപ്പോൾ ഒരു സാധനം, ഒരു ഗുഡ്സ് നമുക്ക് വേരിയസ് യൂസസിന് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള ഗുഡ്സിന് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇലാസ്റ്റിക് ഡിമാൻഡാണ്. ഇഫ് ദ ഡിമാൻഡ് ഓഫ് എ കമോഡിറ്റി വിച്ച് ക്യാൻ പുട്ട് ടു വേരിയസ് യൂസസ്, നമുക്ക് പല യൂസിലേക്കും അതിനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഇലാസ്റ്റിക് എന്ന് വെച്ചാൽ കൂടുതലായിരിക്കും. ഇറ്റ് ഹാസ് മോർ ഇലാസ്റ്റിക്. എന്നാൽ എന്താണ്, ഇഫ് എ പ്രൊഡക്റ്റ് ഹാസ് ഓൺലി ലിമിറ്റഡ് യൂസ്, ഒരു പ്രൊഡക്റ്റിന് ലിമിറ്റഡ് യൂസ് മാത്രമേ ഉള്ളെങ്കിൽ അതെന്തായിരിക്കും, അത് ഇന്നിലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ വേരിയസ് യൂസ് ഉള്ളത് ഇലാസ്റ്റിക്കും ലിമിറ്റഡ് യൂസ് ഉള്ളത് ഇന്നിലാസ്റ്റിക്കും ആയിരിക്കും. അതാണ് നമ്പർ ഓഫ് യൂസസ് ഓഫ് കമോഡിറ്റി. നെക്സ്റ്റ് ആണ് അർജൻസി ഓഫ് യൂസ്. ചില ഗുഡ്സിൻ്റെ യൂസ് നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഈ സിമെൻറ്റ്, ബ്രിക്സ്, സാൻഡ് ഇതിലെല്ലാത്തിൻ്റെയും പ്രൈസ് ഇപ്പോൾ കൂടുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് കുറച്ച് നാളത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ സാധിക്കും, കൺസ്ട്രക്ഷൻ മാറ്റി വയ്ക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുന്ന കമോഡിറ്റീസിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ത് ഡിമാൻഡാണ്, അവർക്കുള്ളത് ഇലാസ്റ്റിക് ഡിമാൻഡാണ്. എന്നാൽ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റാത്തത്, നമുക്ക് അർജൻറ്റായിട്ട് കൺസ്യൂം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ മെഡിസിൻ നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കേസിൽ അതിൻ്റെ ഡിമാൻഡ് എന്ന് വെച്ചത് അത് ഇന്നിലാസ്റ്റിക് ആണ്. അതാണ് അർജൻസി ഓഫ് യൂസ്. അടുത്താണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. ഇപ്പോൾ രണ്ട് ഗുഡ്സ് കോംപ്ലിമെൻ്ററി ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഗുഡ്സിൻ്റെ എന്താണ് ഡിമാൻഡ് ഇലാസ്റ്റിക് ആണെങ്കിൽ മറ്റേ ഗുഡ്സും ഇലാസ്റ്റിക് തന്നെയായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താണ് ഓട്ടോമൊബൈൽസിൻ്റെ ഡിമാൻഡ് അത് ഇലാസ്റ്റിക് ആണെങ്കിൽ അതിൻ്റെ സ്പെയർ പാർട്സും എന്തായിരിക്കും, അപ്പോൾ ഇലാസ്റ്റിക് തന്നെയായിരിക്കും. എന്നാൽ ഇപ്പോൾ ഓട്ടോമൊബൈൽസ് സ്ഥലത്ത് ഇന്നിലാസ്റ്റിക് ആണെങ്കിൽ അതിൻ്റെ സ്പെയർ പാർട്സ് എന്തായിരിക്കും, ഇന്നിലാസ്റ്റിക്. അപ്പോൾ ഒരു ഗുഡ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മറ്റേ ഗുഡ്സിൻ്റെ. അങ്ങനെ ആയിരിക്കും കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കേസിൽ. അടുത്താണ് കൺസ്യൂമർ ഹാബിറ്റ്സ്. ചിലർക്ക് ഹാബിറ്റ് ഉണ്ട് എന്താണ്, ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് എപ്പോഴും കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ സിഗരറ്റ്സ്, ആൽക്കഹോൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ. ഇങ്ങനെയുള്ള ഹാബിറ്റ്സ് ഉള്ള കൺസ്യൂമർ ആണെങ്കിൽ അങ്ങനത്തെ ഉള്ള പ്രൊഡക്റ്റിന് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്നിലാസ്റ്റിക് ആയിരിക്കും. അതുപോലെ ചില ആൾക്കാരുണ്ട് എന്താണ്, ചില ബ്രാൻഡ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, പർട്ടിക്കുലർ ബ്രാൻഡ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതിനോട് ബ്രാൻഡ് ലോയൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടോ ചിലപ്പോൾ. അങ്ങനെയുള്ള ആൾക്കാർക്കും അതും അങ്ങനത്തെ ഉള്ള പ്രൊഡക്റ്റ് ഡിമാൻഡ് എന്നായിരിക്കും, അതും ഡിമാൻഡ് ഈസ് ഇന്നിലാസ്റ്റിക് തന്നെയായിരിക്കും. അതാണ് കൺസ്യൂമർ ഹാബിറ്റ്സ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻകം ഇലാസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ എന്താണത്, ഇറ്റ് മെഷേഴ്സ് ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി ടു എ ചേഞ്ച് ഇൻ കൺസ്യൂമേഴ്സ് ഇൻകം. അപ്പോൾ ഇത് പറയുന്നത് എന്താണ്, ഒരു ചേഞ്ച് കൺസ്യൂമർ ഇൻകത്തിൽ ചേഞ്ച് വരുമ്പോൾ ഒരു ഗുഡ്സിൻ്റെ ഡിമാൻഡിൽ എന്തോരം ചേഞ്ച് വരും, അതിൻ്റെ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് മെഷർ ചെയ്യുന്ന ഒന്നാണ് ഇൻകം ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്നത്. നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് ഇൻകം ഇലാസിറ്റി. ഒന്നാമത്തെയാണ് സീറോ ഇൻകം ഇലാസിറ്റി. സീറോ ഇൻകം എന്താണ്, ചേഞ്ച് ഇൻ ഇൻകം ഓഫ് എ കൺസ്യൂമർ കോസ് നോ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അദ്ദേഹത്തിൻ്റെ ഇൻകത്തിൽ ചേഞ്ച് വന്നപ്പോൾ അദ്ദേഹം അതിൽ ഒരു ഡിമാൻഡാണ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് ചേഞ്ച് വരുത്തിയില്ല. അതാണ് സീറോ ഇൻകം ഇലാസിറ്റി. നെക്സ്റ്റ് പോസിറ്റീവ് ഇൻകം ഇലാസിറ്റി എന്താണ്, ഇൻക്രീസ് ഇൻ ഇൻകം ഓഫ് എ കൺസ്യൂമർ റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഇൻകം കൂടിയപ്പോൾ അദ്ദേഹം ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂട്ടി. അടുത്താണ് നെഗറ്റീവ് ഇൻകം ഇലാസിറ്റി. അതെന്താണ്, നെഗറ്റീവ് മീൻസ് ദർ ഇസ് എ ഇൻക്രീസ് ഇൻ ഇൻകം ഓഫ് എ കൺസ്യൂമർ റിസൾട്ട് ഇൻ ഡിക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അദ്ദേഹത്തിൻ്റെ സാലറി ഇൻക്രീസ് ചെയ്തപ്പോൾ, ഇൻകം ഇൻക്രീസ് ചെയ്തപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ആ ഒരു പർട്ടിക്കുലർ ഗുഡ്സിൻ്റെ ഡിമാൻഡിൻ്റെ ക്വാണ്ടിറ്റി അദ്ദേഹം കുറച്ചു. അതാണ് നെഗറ്റീവ് ഇൻകം ഇലാസിറ്റി. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ടോപ്പിക്കാണ് അഡ്വർടൈസ്മെൻറ്റ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ്. Advertisement elasticity of demand measures relationship between demand of a product with the amount spent on its advertisement. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ഇലാസിറ്റി എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രൊഡക്റ്റ് ഡിമാൻഡും അതുപോലെ നമ്മൾ എന്തോരം കാശ് അഡ്വർടൈസ് സ്പെൻഡ് ചെയ്തു ഇത് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിന് മെഷർ ചെയ്യുന്നതാണ് അഡ്വർടൈസ്മെൻറ്റ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്നത്. ഇതിൻ്റെ വേറെ പേരാണ് പ്രൊമോഷൻ ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്നത്. അപ്പോൾ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് എന്തോരം കാശ് ചെലവിട്ടു അത് നമ്മുടെ പ്രൊഡക്റ്റ് ഡിമാൻഡായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് അഡ്വർടൈസ്മെൻറ്റ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ്. നെക്സ്റ്റ് വൺ ആണ് ക്രോസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ്. എന്താണത്, ക്രോസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് ഇൻഡിക്കേറ്റ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ഓഫ് വൺ പ്രൊഡക്റ്റ് വിത്ത് ദ പ്രൈസ് ഓഫ് അനദർ പ്രൊഡക്റ്റ്. അപ്പോൾ ക്രോസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് കാണിക്കുന്നത് എന്താണ്, ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ മറ്റു പ്രൊഡക്റ്റിൻ്റെ പ്രൈസായിട്ട് കമ്പയർ ചെയ്യുന്നു. അതാണ് ക്രോസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്.
ഇൻ ഓർഡർ ടു പ്ലാൻ ദ ഫ്യൂച്ചർ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഇറ്റ് ഈസ് നെസസറി ടു എസ്റ്റിമേറ്റ് ദ ഫ്യൂച്ചർ ഡിമാൻഡ്. അപ്പോൾ എന്താണ്, നമ്മുടെ ഫ്യൂച്ചർ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ എന്തോരം വേണമെന്ന് പ്ലാൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് എന്തോരം ഡിമാൻഡ് ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന എസ്റ്റിമേഷൻ ഉണ്ടാവണം. അതർവൈസ് ദർ വിൽ ബി ഓവർ പ്രൊഡക്ഷൻ ഓർ അണ്ടർ പ്രൊഡക്ഷൻ. ഒന്നിലേക്ക് അവിടെ എന്ത് പറ്റും, അവിടെ ഓവർ പ്രൊഡക്ഷൻ, നമുക്ക് വേണ്ട ഡിമാൻഡിനെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ഡിമാൻഡുള്ള അത്രയും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ടും ചീത്തയാണ്. ഓവർ പ്രൊഡക്ഷന് വരാൻ പാടില്ല, അണ്ടർ പ്രൊഡക്ഷന് വരാൻ പാടില്ല. ടു അവോയ്ഡ് ദിസ് എബോവ് കോൺസിക്വൻസസ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. അപ്പോൾ ആ ഒരു പ്രശ്നം, ആ ഓവർ പ്രൊഡക്ഷനും അല്ലെങ്കിൽ അണ്ടർ പ്രൊഡക്ഷനും അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ചെയ്യും. അപ്പോൾ ആ ഒരു ടൈമിൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോള്. നമ്മൾ സിമ്പിൾ സെൻറ്റൻസ് പറയുന്നത് എന്താണ്, ഫോർകാസ്റ്റിംഗ് ഓഫ് ഡിമാൻഡ് മീൻസ് എസ്റ്റിമേഷൻ ഓഫ് ഫ്യൂച്ചർ ഡിമാൻഡ്. ഫ്യൂച്ചർ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യുക, അതാണ് ഫോർകാസ്റ്റിംഗ് ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. നെക്സ്റ്റ് ആണ് നീഡ്സ് ഫോർ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഫസ്റ്റ് നീഡാണ് പ്രൊഡക്ഷൻ പ്ലാനിങ്. നമ്മൾ പറഞ്ഞു എന്താണ് ഡിമാൻഡ് ഫോർകാസ്റ്റ്, നമ്മൾ എന്തോരം പ്രൊഡ്യൂസ് ചെയ്യണം, കാരണം ഓവർ പ്രൊഡക്ഷനോ അണ്ടർ പ്രൊഡക്ഷനോ ആകാൻ പാടില്ല. അപ്പോൾ കൃത്യമായിട്ട് എന്തോരം പ്രൊഡക്ഷൻ നടത്തണമെന്ന് പ്ലാൻ ചെയ്യണം. ഒന്നാമത്തെയാണ് ഫസ്റ്റ് വണ്ണ്, ഒന്നാമത്തെ നീഡ് അതാണ്. രണ്ടാമത്തെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. നമുക്ക് കൃത്യമായിട്ട് എന്തോരം പ്രൊഡക്ഷൻ ഉണ്ടാക്കണം എന്നറിഞ്ഞാൽ മാത്രമേ അതിനുള്ള റോ മെറ്റീരിയൽസും എല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ എന്തോരം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, അങ്ങനെ ഡിസിഷൻ എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഡിമാൻഡ് ഫോർകാസ്റ്റ്, എന്തോ ഡിമാൻഡ് വരും നമ്മൾ നേരത്തെ ഫോർകാസ്റ്റ് വെക്കണം. അത് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ അഡ്വർടൈസിങ് ആൻഡ് പ്രൊമോഷൻ എക്സ്പെൻഡിച്ചർ. അപ്പോൾ നമുക്ക് നല്ല ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്തിട്ട് കാര്യമുള്ളൂ, അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ എന്തോരം അഡ്വർടൈസ്മെൻറ്റ്, എന്തോരം പ്രൊമോഷൻ നടത്തണം, അത് നമ്മൾ ഡിമാൻഡിനെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ഇൻവെൻട്രി എന്നാൽ റോ മെറ്റീരിയലാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. നമ്മുടെ കയ്യിൽ ഇൻവെൻട്രീസ് ഉണ്ടാവും, അതുപോലെ തന്നെ വർക്ക് ഇൻ പ്രോഗ്രസ് ഗുഡ്സ് ഉണ്ടാവും, ഫിനിഷ് ഗുഡ്സ് ഉണ്ടാവും. അപ്പോൾ അതിന് എന്തോരം കളക്ട് ചെയ്യണം, നമ്മുടെ പ്രൊഡക്ഷൻ അനുസരിച്ച് വേണം നമുക്കത് ഇൻക്രീസ് ചെയ്യണോ ഡിക്രീസ് ചെയ്യണോ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ അതാണ് നാലാമത്തെ പോയിന്റ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് പോയിന്റ് ആണ് മാക്രോ എക്കണോമിക് പ്ലാനിങ്. അപ്പോൾ ഈ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നാഷണൽ ലെവലിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലൈക്ക് സെൻട്രൽ ബാങ്കിനെയും ഗവൺമെൻറ്റിനെയൊക്കെ മോണിറ്ററി ഫിസിക്കൽ പോളിസീസ് ഇറക്കാൻ വേണ്ടി, അപ്രോപ്രിയേറ്റഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ അഞ്ചാമത്തെ പോയിന്റ്. നെക്സ്റ്റ് ആണ് ലോഞ്ചിങ് ഓഫ് എ ന്യൂ പ്രൊഡക്റ്റ്. ഒരിക്കലും ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫോംസ് മാത്രം ചെയ്യുന്നതല്ല. ന്യൂ പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ അവിടെ നമ്മുടെ പ്രൊഡക്റ്റിന് എന്തോരം ഡിമാൻഡ് എന്ന് മനസ്സിലാക്കണം. അതും നമ്മൾ ഈ ഡിമാൻഡ് ഫോർകാസ്റ്റിലൂടെ തന്നെ മനസ്സിലാക്കുന്നു. അപ്പോൾ ഒരു ന്യൂ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനും നമ്മൾ അവിടെ നമ്മുടെ മാർക്കറ്റിൽ എന്തോരം ഡിമാൻഡ് കിട്ടുമെന്നൊരു ഫോർകാസ്റ്റ് നടത്തുന്നത് നല്ലതായിരിക്കും. അതാണ് ആറാമത്തെ പോയിന്റ്, ലോഞ്ചിങ് ഓഫ് എ ന്യൂ പ്രൊഡക്റ്റ്. നെക്സ്റ്റ് ആണ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ദർ ആർ മെയിൻലി 2 ടൈപ്പ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഒന്നാമത്തെ ഷോർട്ട് ടേം, രണ്ടാമത്തെ ലോങ് ടേം. എന്താണ് ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്? നമ്മളിപ്പോൾ ഒരു ഫോർകാസ്റ്റ് നടത്തുന്നത് വെരി ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്കാണെങ്കിൽ, ദാറ്റ് ഈസ് ഫോർ അപ് ടു 1 ഇയറിലേക്കാണെങ്കിൽ അതാണ് ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, പീരീഡ് അപ് ടു 1 ഇയർ. ഇനി ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ്. ഒന്നാമത്തെ റിവ്യൂ ഓഫ് പ്രൊഡക്ഷൻ പ്ലാൻ. ഷോർട്ട് ടേം ഫോർകാസ്റ്റിംഗ് ഹെൽപ്പ് ടു റിവ്യൂ ദ പ്രൊഡക്ഷൻ പ്ലാൻ ഓൾറെഡി പ്രിപ്പയർഡ് ബൈ എ ബിസിനസ് ഫേം. ബിസിനസ് ഫേം ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആ പ്രൊഡക്ഷൻ പ്ലാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഷോർട്ട് ടേം ഫോർകാസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ആണ് കോസ്റ്റ് റിഡക്ഷൻ. നമുക്കറിയാം ഷോർട്ട് ടേം ഫോർകാസ്റ്റിംഗ് വെച്ചാൽ വെരി ഷോർട്ട് പീരീഡിലേക്കാണ്. അപ്പോൾ ഒന്നുകൂടി റിയലിസ്റ്റിക് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബിസിനസ് ഫേമിന് സുഖമായിട്ട് എന്തോരം ക്വാണ്ടിറ്റി ഓഫ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ലൈക്ക് റോ മെറ്റീരിയൽ, ലേബർ, ഇതൊക്കെ എന്തോരം റിക്വയർ ചെയ്യണം, എന്തൊക്കെ വേണ്ടി വരുന്നു കൃത്യമായിട്ടൊരു കണക്ക് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉള്ളത് രണ്ടാമത്തെ പോയിന്റ്. നെക്സ്റ്റ് ആണ് പ്രൈസ് ഡിസിഷൻ. നമുക്ക് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ വല്ല ചേഞ്ച് വരുത്തണോ വേണ്ടിയോ എന്ന് ഈ ഒരു ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിലൂടെ നമുക്കൊരു തീരുമാനിക്കാൻ സാധിക്കും. അതാണ് മൂന്നാമത്തെ പോയിന്റ്, പ്രൈസ് ഡിസിഷൻ. നെക്സ്റ്റ് പോയിന്റ് ആണ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പ്ലാനിങ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷോർട്ട് ടേം ഫോർകാസ്റ്റ് നടത്തുമ്പോൾ എന്തോരം ഫിനാൻസ് വേണമെന്നൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് ഒരു ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഷോർട്ട് ടേം ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ നമുക്ക് റെഡിയാക്കി വയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പ്ലാനിങ്. നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. നമ്മൾ നടത്തുന്ന ഫോർകാസ്റ്റിംഗ് ഇറ്റ്സ് മോർ ദാൻ 1 ഇയർ, 1 ഇയർ കൂടുതൽ പോവുകയാണെങ്കിൽ അതാണ് ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അതൊരു 5 ഇയർ ആവാം, 10 ഇയർ ആവാം, അല്ലെങ്കിൽ ഈവൻ 20 ഇയേഴ്സ് വരെ ആവാം. അങ്ങനെയുള്ള ഒരു ഫോർകാസ്റ്റിംഗ് ആണ് ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഈ ഒരു ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് വെച്ചാൽ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഒന്നാമത്തേന് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അപ്പോൾ ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിലൂടെ നമ്മുടെ ഒരു കമ്പനിയുടെ വളർച്ച ഉണ്ടാവും, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എവിടെയൊക്കെ എത്തുമെന്നൊരു ഐഡിയ കിട്ടും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. ലൈക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ ആവാം, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ എക്സ്പാൻഷനോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ബിസിനസ്സിൽ ഒരു പുതിയ യൂണിറ്റ് തുടങ്ങാനോ അങ്ങനെ എന്തെങ്കിലും ആവാം. അപ്പോൾ അതിനുള്ള ഡിസിഷനൊക്കെ എടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു. നെക്സ്റ്റ് ആണ്
ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. നമുക്കറിയാം ഒരു കമ്പനിയുടെ ഏറ്റവും വിജയം എന്താണ്, ഏറ്റവും നല്ല ഹ്യൂമൻ റിസോഴ്സ് ഉള്ളതാണ്. അപ്പോൾ ഒരു ടൈം എടുത്ത് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തോരം ഇങ്ങനത്തെ ഒരു ലോങ് ടേം ഫോർകാസ്റ്റിന് പറയാൻ പറ്റുള്ളൂ നമ്മുടെ ഭാവിയിൽ എന്തോരം വർക്കേഴ്സിന് ആവശ്യമുണ്ടെന്ന്. അപ്പോൾ അതനുസരിച്ച് കൃത്യമായിട്ട് ഹ്യൂമൻ റിസോഴ്സിനെ റിക്രൂട്ട് ചെയ്ത് അതിനെ ട്രെയിൻ ചെയ്ത് ഒരു പക്കയായിട്ട് ഒരു ക്വാളിഫൈഡ് വർക്കേഴ്സിനെ അപ്രോപ്രിയറ്റ് ടൈമിൽ അപ്രോപ്രിയറ്റ് പ്ലേസ് എത്തിക്കാൻ പറ്റി തന്നെ ബിസിനസ് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് നെക്സ്റ്റ് പോയിന്റ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. നെക്സ്റ്റ് ആണ് ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഒന്നാമത്തേണ് പീരീഡ് ഓഫ് ഫോർകാസ്റ്റിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്തൊക്കെയാണ് പീരീഡ്, ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേം പീരീഡ് ഉണ്ട്. ഷോർട്ട് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി റൂട്ടീൻ നടന്നു പോകാൻ വേണ്ടിയുള്ള ഫോർകാസ്റ്റിംഗ് ആണ് ഷോർട്ട് ടേം ഫോർകാസ്റ്റിംഗ്. ലോങ് ടേം എന്ന് പറയുമ്പോൾ ലോങ് ടേം ഇമ്പാക്റ്റ് നമ്മുടെ ഫേമിലുണ്ടാവും. ലൈക്ക് ഒന്നില്ലെങ്കിൽ ഒരു പുതിയൊരു യൂണിറ്റ് ഉണ്ടാവണോ, അല്ലെങ്കിൽ ഒരു ന്യൂ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ എക്സ്പാൻഷനോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ലോങ് ടേമിലുള്ളത്. അതാണ് പീരീഡ് ഓഫ് ഫോർകാസ്റ്റിംഗ്. നെക്സ്റ്റ് ആണ് ലെവൽസ് ഓഫ് ഫോർകാസ്റ്റിംഗ്. 3 ലെവൽസ് ഉള്ളത്. മാക്രോ ലെവലുണ്ട്, ഇൻഡസ്ട്രി ലെവലുണ്ട്, മൈക്രോ ലെവലുണ്ട്. മാക്രോ എന്താണ്, വെൻ ഫോർകാസ്റ്റ് ഈസ് മെയ്ഡ് ബൈ കൺസിഡറിങ് എക്കണോമി ഓഫ് എ നേഷൻ ആസ് 1 യൂണിറ്റ്. നമ്മുടെ നേഷൻ്റെ എക്കോണമീനെ ഒരു ഒറ്റ യൂണിറ്റായിട്ട് കൺസിഡർ ചെയ്ത് നമ്മൾ ഫോർകാസ്റ്റ് നടത്തുകയാണെങ്കിൽ അതാണ് മാക്രോ ലെവൽ ഫോർകാസ്റ്റിംഗ് എന്നത്. ഇനി രണ്ടാമത്തെയാണ് ഇൻഡസ്ട്രി ലെവൽ. വെൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഇസ് ഡൺ ഫോർ ദ ഹോൾ ഓഫ് എൻ ഇൻഡസ്ട്രി. ഒരു ഇൻഡസ്ട്രി ഫുള്ളായിട്ട് നമ്മൾ ഫോർകാസ്റ്റ് നടത്തുകയാണെങ്കിൽ അതാണ് ഇൻഡസ്ട്രി ലെവൽ ഫോർകാസ്റ്റിംഗ് എന്നത്. മൂന്നാമത്തെയാണ് മൈക്രോ ലെവൽ. When demand forecasting is done by an individual business firm, it is called micro level forecasting. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ബിസിനസ് ഫോം ഫോർകാസ്റ്റിംഗ് നടത്തുകയാണെങ്കിൽ അതാണ് മൈക്രോ ലെവൽ ഫോർകാസ്റ്റിംഗ് എന്നത്. നെക്സ്റ്റ് ആണ് മെത്തേഡ് ഓഫ് ഫോർകാസ്റ്റിംഗ്. നമുക്ക് പല മെത്തേഡ്സിലൂടെ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള മെത്തേഡ്സ് ഇതൊക്കെയാണ്. സർവേ മെത്തേഡ് ഉണ്ട്, എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉണ്ട്. അതെന്തൊക്കെയാണ് നമ്മൾ ഡീപ്പായിട്ട് നോക്കുന്നതായിരിക്കും. So, there are mainly 3 methods of forecasting: survey method, market experimental method and statistical method. ഒന്നാമത്തെയാണ് survey method. Under survey method, surveys are conducted to collect data relating to future demand of a product. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫ്യൂച്ചർ ഡിമാൻഡിനെ പറ്റിയുള്ള സർവേ നമ്മൾ കണ്ടക്ട് ചെയ്ത് അതിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യും. സർവേ മെത്തേഡ് ഇസ് ക്വൈറ്റ് യൂസ്ഫുൾ ഫോർ ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഓഫ് കൺസ്യൂമർ ഗുഡ്സ്. അപ്പോൾ എന്താണ്, സർവേ മെത്തേഡ് എപ്പോഴും ക്വൈറ്റ് യൂസ്ഫുൾ ആണ്. എന്തിനു വേണ്ടിയാണ്, ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിന് വേണ്ടിയാണ്. ഒരു കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് അറിയാൻ വേണ്ടിയാണ് സർവേ മെത്തേഡ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്, ഡയറക്റ്റ് ഇൻ്റർവ്യൂ മെത്തേഡ് ഉണ്ട്, എക്സ്പെർട്ട് ഒപ്പീനിയൻ മെത്തേഡ് ഉണ്ട്. നമ്മളിപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇൻ്റർവ്യൂ എടുത്തി അല്ലെങ്കിൽ മെയിൽഡ് ക്വസ്റ്റ്യനെയർ അയച്ചിട്ട് അങ്ങനെ നമ്മൾ ഡയറക്റ്റായി കളക്ട് ചെയ്യണമെങ്കിൽ അതാണ് ഡയറക്റ്റ് ഇൻ്റർവ്യൂ മെത്തേഡ് എന്നത്. ഇനി ഈ ഡയറക്റ്റ് ഇൻ്റർവ്യൂ മെത്തേഡിൻ്റെ ലിമിറ്റേഷൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ലിമിറ്റേഷൻസ് ആണ്. ഒന്നാമത്തെയാണ് കൺസ്യൂമർ വിൽ നോട്ട് ഗീവ് കറക്റ്റ് ആൻസർ. കൺസ്യൂമർ കൃത്യമായിട്ടുള്ള ആൻസർ പ്രൊവൈഡ് ചെയ്യില്ല. രണ്ടാമത് കൺസ്യൂമർ മേ നോട്ട് ബി ഏബിൾ ടു ഗീവ് ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ കൊടുക്കാൻ കഴിയില്ല. പിന്നെ ഈ സർവേ മെത്തേഡ് എന്ന് വെച്ചാൽ വളരെ ടൈം കൺസ്യൂമിങ്, കോസ്റ്റ്ലി ആണ്. ഇതൊക്കെ ലിമിറ്റേഷൻസ്. നെക്സ്റ്റ് ആണ് എക്സ്പേർട്ട് ഒപ്പീനിയൻ മെത്തേഡ്. ഈ ഒരു മെത്തേഡിൽ ഡിമാൻഡ് ഫോർകാസ്റ്റ് നടത്തുന്നത് വി ആർ കളക്ടിങ് ഡാറ്റ ഫ്രം എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻ വെച്ച് അങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഇവിടെ എക്സ്പേർട്സ് ഉപയോഗിക്കുന്ന ആരൊക്കെയാണ്, സെയിൽസ്മാനോ റീറ്റെയിലേഴ്സോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് പ്രൊഫഷണൽസ് ആയിരിക്കും. ഇവരുടെ കയ്യിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു ഡിമാൻഡ് ഫോർകാസ്റ്റ് നടത്തുകയാണെങ്കിൽ അതാണ് എക്സ്പേർട്ട് ഒപ്പീനിയൻ. നെക്സ്റ്റ് ആണ് ഡെൽഫി ടെക്നിക് അല്ലെങ്കിൽ ഡെൽഫി മെത്തേഡ് എന്നത്. അണ്ടർ ദിസ് മെത്തേഡ് ഒപ്പീനിയൻ അബൌട്ട് ദ ഫ്യൂച്ചർ ഡിമാൻഡ് ഓഫ് എ പ്രൊഡക്റ്റ് ആർ കളക്റ്റഡ് സെപ്പറേറ്റ്ലി ഫ്രം എ പാനൽ ഓഫ് എക്സ്പേർട്സ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫ്യൂച്ചർ ഡിമാൻഡിനെ പറ്റി നമ്മൾ ഒപ്പീനിയൻസ് ഒരു പാനൽ ഓഫ് എക്സ്പേർട്സിനെ സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്നു. ദെൻ ഈച്ച് എക്സ്പേർട്ട് ഇസ് ടോൾഡ് അബൌട്ട് ദ പ്രൊഡക്ഷൻ ഓഫ് അതർ എക്സ്പേർട്സ്. അപ്പോൾ ഓരോ എക്സ്പേർട്സും മറ്റൊരാളുടെ പ്രൊഡക്ഷനെ പറ്റി പറയും വിത്തൗട്ട് റിവീലിംഗ് ദ ഐഡൻറ്റിറ്റി ഓഫ് ഈച്ച് അതർ. അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ തന്നെ എന്തൊക്കെയാണ് അവരുടെ പ്രൊഡക്ഷൻ എന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അതാണ് ഡെൽഫി ടെക്നിക് അല്ലെങ്കിൽ ഡെൽഫി മെത്തേഡ് എന്നത്. എന്താണ് മാർക്കറ്റ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് നോക്കാം. ഇൻ ദിസ് മെത്തേഡ് ദ റിയാക്ഷൻ ഓഫ് കസ്റ്റമർ ആർ സ്റ്റഡീഡ് അണ്ടർ ഡിഫറെൻറ്റ് മാർക്കറ്റ് എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്റ്റഡ് എയ്തർ ഇൻ എ ആക്ച്വൽ മാർക്കറ്റ് ഓർ ഇൻ സ്റ്റിപ്പുലേറ്റഡ് ഓർ ആർട്ടിഫിഷ്യൽ മാർക്കറ്റ്. മാർക്കറ്റ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് വെച്ച് കഴിഞ്ഞാൽ ഈ കൺസ്യൂമേഴ്സിൻ്റെ റിയാക്ഷനെ പഠിക്കും. അത് കുറേയും മാർക്കറ്റ് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യും. അതിൽ നിന്ന് കൺസ്യൂമറിൻ്റെ റിയാക്ഷനെ പഠിക്കണം. അതൊന്നില്ലെങ്കിൽ ഒരു ആക്ച്വൽ മാർക്കറ്റിലേക്കും അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ മാർക്കറ്റിലേക്കും അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മാർക്കറ്റിൽ.